അടുത്ത കേസുകൾ ഇതിൽ വേറെ തന്നെ ഉണ്ട്. പക്ഷേ ഞങ്ങളെ ബാധിച്ച വിഷയം ഞങ്ങളെ കുട്ടീനെ ഇതിൽ ആവശ്യമില്ലാണ്ട് വലിച്ചിട്ടു. എന്തിനാ ഒന്ന് ചിന്തിച്ച് നോക്കി, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് എന്തിന് ഈ പാവം ഞങ്ങളെ വീട്ടിലൊരു കുട്ടീനെ നിങ്ങൾ വലിച്ചിട്ടു? നിങ്ങൾ ഇന്നെ വലിച്ചിട്ടോളി. ഇപ്പോൾ ഞാൻ പറയാം, ബാസിൽ ഞങ്ങൾ ആണുങ്ങളുണ്ട്, ഇപ്പോൾ ജിംഷ, അഫ്രാസ്, അപ്പം ഷാനു, നബീൽ, ഞങ്ങളെല്ലാവരും ചെക്കന്മാരാണ്. നമുക്കിപ്പോൾ കുറച്ചും കൂടി എന്തുണ്ടാവും ബാക്കിയുള്ളവരെക്കാട്ടിലും ഇതൊക്കെ ഇതിന്ന് കടന്ന് ശീലിച്ച് കുറച്ചൊരു മനക്കട്ടി കുറച്ച് ബിൽഡായി കാണും. നിങ്ങൾ എന്ത് ചെയ്താലും വിഷയമില്ല എന്നുള്ളൊരു മനക്കട്ടി നമുക്കുണ്ടാവും. അപ്പോൾ ഞങ്ങൾ എന്ത് കേസിലും അപ്പോൾ ഇതുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഈ സബ്ജക്റ്റുകളെന്ന് വരുമ്പോൾ നമ്മളെ സൈഡിൽ നിന്നൊന്നും ശബ്ദം ഉണ്ടാക്കാണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാണ്ട് നമ്മളെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിനെ വലിച്ചിടുമ്പോൾ ഇത് ഫാമിലിയാണ്. അപ്പോൾ വെൻ ഇറ്റ് കംസ് ടു ഫാമിലി ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്ററാണ് ഞങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ പോയി ആദ്യത്തെ പരാതി SIക്ക് കൊടുത്തു. അതുപോലെ തന്നെ SI ഈ പരാതിയിൽ ഈ വീഡിയോ, അതായത് ഇതിൽ ശബ്ദം ഒരു വ്യക്തിൻ്റെതാണ്, ഈ വ്യക്തിൻ്റെ തന്നെ കൂടെയുള്ള ആൾക്കാരാണ് ഈ വ്യക്തി മുമ്പ് സംസാരിച്ച ശബ്ദങ്ങളും കാര്യങ്ങളും ശബ്ദരേഖകൾ പുറത്തു വിട്ടുള്ളത്. അപ്പം ഈ പുറത്തു വിട്ട ആൾക്കാരും ഈ ശബ്ദരേഖയിലുള്ള ആൾക്കാരും ഒക്കെ ഈക്വലി എന്താണ് ഇതിൻ്റെ ഒരു പാർട്ടാണ്. അതായത് ഈ കുട്ടീനെ ആവശ്യമില്ലാണ്ട് കൊത്തി കീറിയതിലൊരു പാർട്ടാണ്. അപ്പം എനിക്ക് ആൾക്കാരോട് പറയാനുള്ളത്, ഇവർ ചെയ്ത തെറ്റ് ഒരിക്കലും ഒരു മാപ്പ് അർഹിക്കണ തെറ്റുപോലല്ല. അതായത് വന്ന് മാപ്പ് പറഞ്ഞാൽ പോലും നമുക്ക് അതിൻ്റെ ഒരു സങ്കടമോ അല്ലെങ്കിൽ നമുക്കതിൽ നിന്നുണ്ടായ ഒരു നഷ്ടം തീരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ SIക്ക് കംപ്ലയിൻറ്റ് കൊടുത്തു. പിന്നീട് CI സാറിന് കംപ്ലയിൻറ്റ് കൊടുത്തു. വേറൊരു CI സാറിന് നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തു. അങ്ങനെ നമ്മൾ SP സാറെ കാണാൻ പോയി. അതായത് കഴിഞ്ഞ 3 ദിവസം, ആദ്യത്തെ ദിവസം SIനെ കണ്ടു, രണ്ടാമത്തെ ദിവസം CI സാറെ കണ്ടു, മൂന്നാമത്തെ ദിവസം SP സാറെ കണ്ടു. നമ്മളെ വളരെ അടുത്തിട്ടുള്ളൊരു SP സാറെ കണ്ടു. അതുപോലെ തന്നെ ആ SP സാറ് നമ്മളോട് വേറെ SP സാറെ പോയിട്ട് കാണാൻ പറഞ്ഞു. മലപ്പുറം ജില്ലേൻ്റെ മേധാവിയായിട്ട് വരുന്നൊരു സാറായിട്ട് പരാതി കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താൻ പറഞ്ഞു. അങ്ങനെ അത് ബോധ്യപ്പെടുത്തി. അതിനുശേഷം ഞങ്ങളെ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായി. അതായത് എന്താണ് നിങ്ങൾ ചെയ്യണത്, ഇപ്പോൾ എല്ലാവർക്കും ഡൗട്ടില്ല. ഇപ്പോൾ നിങ്ങളെ പോലെ തന്നെ ഇത് കണ്ടിരിക്കണം, നിങ്ങൾക്ക് ഡൗട്ടുണ്ടാവും ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകണം. അപ്പം നമ്മൾ ഈ ഒരു ദൗത്യത്തിൽ ഒരുപാട് സഹായിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് സനു ചേട്ടന്. അപ്പോൾ സനു ചേട്ടൻ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, എന്തായാലും ആഭ്യന്തരമന്ത്രി, ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല മുമ്പാകെ നിങ്ങൾ ഈ പരാതി എന്തായാലും ബോധ്യപ്പെടുത്തണം. അപ്പോൾ അതിനുള്ളൊരു അവസരം ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഒരുക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കിതിൽ ഒരുപാട് ആൾക്കാർ, ജഷീം കണ്ട്, അതുപോലെ തന്നെ നമ്മളെ ബാസിലിൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തുണ്ട്, അതായത് മുക്കം സ്വദേശി, എനിക്ക് പേര് റിഷാൽക്കല്ലേ പറഞ്ഞേ, പേര് എനിക്ക് കറക്റ്റ് ബാസിലിനാണ് അറിയാം, ബാസിലിൻ്റെ അടുത്ത സുഹൃത്താണ്. അതുപോലെ തന്നെ അജാസ്ക, അതുപോലെ തന്നെ ഞാൻ എടുത്തു പറയേണ്ട പേരുകൾ ഒരുപാട് പേരുകളുണ്ട്. അതായത് ഈ കേസിൽ നമ്മളെ ഒരുപാട് MP മാർ വളരെ നല്ല രീതിയിൽ, അതായത് ഇങ്ങനത്തെ ഒരു പ്രശ്നമായതുകൊണ്ടാണ്, അതായത് നമ്മളെ വീട്ടിലൊരു സ്ത്രീ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അപമാനിച്ചൊരു വിഷയം ആയതുകൊണ്ട് തന്നെ ഒരുപാട് MP മാരോട് ഞാൻ ഇതെങ്ങനെ ചെയ്യണം, എങ്ങനെ മൂവ് ചെയ്യണമെന്ന് ചോദിച്ചു. നമ്മളോട് വളരെ അടുത്ത് പരിചയമുള്ള, നമ്മളെ എപ്പോഴും ഒരു ബ്രദറിനെ പോലെ കാണുന്ന MP മാർ